Hi, I am Elsa Jopi. Today we are going to discuss ACLS protocol. നമ്മുടെ ICUവിൽ നമ്മൾ ഒരു കോഡ് ബ്ലൂ വിളിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാം, പ്രോട്ടോക്കോൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നതാണ്. നമുക്ക് ലെറ്റ്സ് മേക്ക് സെക്ഷൻസ് ഇൻട്രാക്റ്റീവ് സോ വി ക്യാൻ മെമ്മറൈസ് ദിസ് ലൈഫ് സേവിങ് സ്റ്റെപ്സ് ടുഗദർ. ഓക്കെ, BLS is a basic foundation. ACLSൻ്റെ ബേസിക് ഫൗണ്ടേഷനാണ് BLS എന്ന് പറയുന്നത്. ACLS is അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടാണ്. സോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഹൈ ക്വാളിറ്റി CPR ഇല്ലാതെ ഒരു ACLSും നമുക്ക് സക്സസ് ആകാൻ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് റിക്കവർ ആകാൻ സാധിക്കത്തില്ല. സോ BLS ആണ് അതിൻ്റെ ബേസിക് ഒരു ഫൗണ്ടേഷൻ ആണ് BLS എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ റീകോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണത്? 100 to 120 റൂൾ. അതായത് നമ്മളുടെ BLSൻ്റെ മെയിൻ ഇതാണ്, ഏർലി റെക്കഗ്നൈസ് ശേഷം ഹൈ ക്വാളിറ്റി CPR അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണ് ഈ 100 to 120. അതായത് മിനിറ്റിൽ 100 മുതൽ 120 തവണ കംപ്രഷൻ നൽകണം. പിന്നെ പുഷ് ഹാർഡ്, നമ്മൾ കൊടുക്കുന്നത് 2 ഇഞ്ചസിലായിരിക്കണം. പുഷ് ഫാസ്റ്റ് ആൻഡ് അലോ റീകോയിൽ. സോ നമ്മുടെ അലോ ഫുൾ ചെസ്റ്റ് റീകോയിൽ എന്ന് പറയും. നമ്മൾ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ആ ചെസ്റ്റ് പൂർണ്ണമായിട്ടും റിക്കവറായി മുകളിലേക്ക് വന്നതിന് ശേഷം അടുത്ത കംപ്രഷൻ കൊടുക്കാവൂ. അപ്പോൾ ആ സമയത്താണ് മീൻസ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീകോയിൽ ചെയ്ത ശേഷമാണ് പിന്നെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിലേക്ക് രക്തം കറക്റ്റ് ടൈമിൽ അവിടെ എത്തത്തുള്ളൂ. മെയിൻ പോയിൻ്റ്, ഡു നോട്ട് ഇൻ്റർപ്രറ്റൻറ്റ് CPR ഫോർ മോർ ദാൻ 10 സെക്കൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിൻ്റാണ് ഫസ്റ്റ് വൺ, early recognition, high quality CPR, 100 to 120 rule. Push hard in 2 inches, push fast and allow recoil. ഇത് ഷോക്കബിൾ റിതമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ തോന്നുന്നത്? As it is shockable rhythm. ഏതാണിത്? VF. ഫസ്റ്റ് വൺ ഈസ് VF, സെക്കൻഡ് വൺ ഈസ് പൾസ്ലെസ് VT. ഷോക്കബിൾ. സോ ഡീഫിബ്രിലേഷൻ ആവശ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് തിങ്ക് ഓഫ് ഇറ്റ് ഇസ് റീസ്റ്റാർട്ടിങ് ടു ദ ഹാർട്ട്. നമുക്ക് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ ഷോക്ക് കൊടുക്കണം. അപ്പം VF ആൻഡ് പൾസ്ലെസ് VT. മനസ്സിലായോ? ഇതാണ് ഷോക്കബിൾ റിതം. ഇപ്പം നമ്മൾ ഷോക്കബിൾ റിതം ഏതിനാണ് ഷോക്ക് കൊടുക്കേണ്ടതിന് ഏതിനാണ് ഷോക്ക് കൊടുക്കേണ്ടാത്തത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെന്തോ ചെയ്യുന്നത്, ആദ്യം അത് ഫൈൻഡ് ചെയ്യണം. വിച്ച് ഇസ് എ ഷോക്കബിൾ റിതം ഓർ നോൺ ഷോക്കബിൾ റിതമാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ നമുക്ക് പെട്ടെന്ന് V റിതം എന്ന് പറയും. ഈ ഷോക്കബിൾ റിതത്തിന് V റിതം, അതായത് പൾസ്ലെസ് V ടക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, VF പൾസ്ലെസ് V ടക്കിക്കാർഡിയ PFT എന്നല്ലേ. അപ്പം നമ്മൾ V
റിതം കണ്ടാൽ ഷോക്ക് നൽകണം. അതാണ് പെട്ടെന്ന് ഓർക്കാനുള്ളൊരു വഴി. അപ്പം സ്ട്രെയിറ്റ് ലൈൻ, മറ്റേ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മറ്റേ രണ്ടാമത്തെ നോൺ ഷോക്കബിൾ റിതം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒന്നിൽ എസിസ്റ്റോൾ ആയിരിക്കും, ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും. ഇതിന് ഒരു അലഗോരിതമുണ്ട്. അപ്പം ഷോക്കബിൾ റിതം ഇൻ 2 minute സൈക്കിളാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഷോക്ക് നൽകി കഴിഞ്ഞാൽ വീണ്ടും പൾസ് നോക്കാൻ നിൽക്കണ്ട, നമ്മൾ വീണ്ടും CPR സ്റ്റാർട്ട് ചെയ്യും ഫോർ 2 minutes. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് CPR കൊടുക്കും, ഷോക്ക്, അത് കഴിഞ്ഞ് റിതം ചെക്ക് ചെയ്യും. ഷോക്ക്, CPR, റിതം, അങ്ങനെയാണ് അതിൻ്റെ ഇത് പറയുന്നത്. രണ്ടാമത്തെ ഷോക്കിന് ശേഷം നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കും. മൂന്നാമത്തെ ഷോക്കിനും മീൻസ് റിക്കവർ ആയില്ലെങ്കിൽ, ഇപ്പോൾ ഓരോ ഷോക്ക് കൊടുത്തു, ഫസ്റ്റ് ഷോക്കിൽ റിക്കവർ ആയില്ല, സെക്കൻഡ് ഷോക്ക് കൊടുക്കുന്നു. ഈ സെക്കൻഡ് ഷോക്കിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് എപ്പിനെഫ്രിന്. ദെൻ മൂന്നാമത്തെ ഷോക്കിന് ശേഷം മാറിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അമിനോഡിറോൺ കൊടുക്കുന്നത്. അപ്പം നോൺ ഷോക്കബിൾ ആണെങ്കിലോ ഹറിയപ്പ് മെഡിക്കേഷൻസ്, അതിൻ്റെ ഇതാണ് ഹറിയപ്പ് മെഡിക്കേഷൻസ്. എന്താണ് നമ്മളവിടെ കൊടുക്കുന്നത്? എസിസ്റ്റോൾ അല്ലെങ്കിൽ PEA കണ്ടു കഴിഞ്ഞാൽ സമയം കളയാതെ നമ്മൾ എപ്പിനെഫ്രിൻ 1 mg ആസ് സൂൺ ആസ് പോസിബിളിൽ കൊടുക്കണം. ഇത് മെഡിസിൻ കൊടുക്കുന്നത് ലേറ്റ് ആകാൻ പാടില്ല. ഇത് ഡെത്തിന് ചാൻസ് ആകാൻ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എപ്പിനെഫ്രിൻ 1 mg കൊടുക്കണം. ഇതിന് എന്തു പറയാം, കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. HT എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വിശദീകരിക്കാം നിങ്ങൾക്ക്. ഫൈൻഡിങ് കോസസ് എന്ന് പറയാം. അപ്പോൾ ACLSൻ്റെ ഡ്രഗ് നമ്മളിപ്പം 3 മരുന്നുകൾ പെട്ടെന്ന്, എപ്പിനെഫ്രിൻ, അമിനോഡിറോൺ, അഡിനോസിൻ. അപ്പോൾ എപ്പിനെഫ്രിൻ്റെ കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 mg IV എവരി 3 to 5 minutes. അമിനോഡിറോൺ 300 mg ബോളസ് ഫസ്റ്റ് ഡോസ്, ദെൻ 150 mg സെക്കൻഡ് ഡോസ്. അഡിനോസിൻ SVTക്ക് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. 6 mg ഫാസ്റ്റ് IV പുഷ് ഫോളോഡ് ബൈ 12 mg ഇഫ് നീഡഡ് അഡിനോസിൻ. ഓക്കെ, ഇതാണ് മെഡിക്കേഷൻ. അപ്പോൾ നമ്മൾ മെഡിസിൻ നൽകിയാലും നമ്മൾ അതിൻ്റെ ആ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അണ്ടർലൈൻ കോസസ് എന്ന് പറയും. സോ അത് കണ്ടെത്തി ചികിത്സിച്ചാലേ ഒരു റിക്കവറി ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ബ്ലഡ് കുറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്ലൂയിഡ് നൽകണം. സോ അത് ഹൈപ്പോവോളീമിയ എന്ന് പറയും. ഇപ്പം ഓക്സിജൻ കുറയുന്നു, ഹൈപ്പോക്സിയ, സോ ഓക്സിജൻ നൽകണം. അപ്പം നമ്മൾ ഡോക്ടറിനോട് അതിന് ശരിയായ കാരണങ്ങൾ നമ്മൾ പറയണം. കാരണം നമ്മളാണ് അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ റിവേഴ്സിബിൾ കോസസ് ഓഫ് കാർഡിയാക് അറസ്റ്റിൻ്റെ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹൈപ്പർ കലീമിയ ഓർ ഹൈപ്പോകലീമിയ, ഹൈഡ്രജൻ അറൈൻ, ദറ്റ് ഈസ് അസിഡോസിസ്, ഹൈപ്പോതെർമിയ, ഹൈപ്പോവോളീമിയ, ഹൈപ്പോക്സിയ. ടി എന്താണ്? ടെൻഷൻ, ന്യൂമോതൊറാക്സ്, ടാംബ്രൈൻ, കാർഡിയാക്, ത്രോംബോസിസ് പൾമണറി, ത്രോംബോസിസ് കൊറോണറി ഉണ്ട്. അത് ചിലതിൽ ടി ഒരുമിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. ത്രോംബോസിസ് എന്ന് മാത്രം എഴുതുക, കൊറോണറി ആൻഡ് പൾമണറി എന്ന് പഠിച്ചാൽ മതി. പിന്നെന്താണ്? ടോക്സിൻസ്. നമ്മളിപ്പം ഇത് CPR കൊടുത്ത്, ഷോക്ക് കൊടുത്ത്, മെഡിസിൻസൊക്കെ കൊടുത്ത് കോസസും ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ജോലി കഴിയുമോ? ഇല്ല. നമ്മളെന്താണ് ചെയ്യേണ്ടത്? പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് കെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, 4 എണ്ണം. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് എന്താണ്? സാച്ചുറേഷൻ, അതായത് നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ, പേഷ്യൻ്റെ ഓക്സിജൻ്റെ ലെവൽ 90 to 98% മെയിൻറ്റെയിൻ ആക്കണം. പിന്നെ സിസ്റ്റോളിക് BP എബവ് 90 mmHg. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 12 ECG ചെക്ക് ചെയ്യണം. ഇതാണ് പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് കെയർ എന്ന് പറയുന്നത്.
നമ്മളുടെ ACLസിലെ ടീം ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ടീം വർക്കാണ്. നമ്മളൊരു ACLS ആയാലും BLS ആയാലും നമ്മളൊരു ടീം വർക്കാണ്. അപ്പം ഒരു ക്ലോസ്ഡ് ലൂപ്പ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ ഗീവ് 1 mg എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഗീവ് 1 mg എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ ഗീവ് 1 mg എപ്പിനെഫ്രിൻ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്ത്? ഗീവിങ് 1 mg എപ്പിനെഫ്രിൻ. അത് തിരിച്ച് പറയണം, ഉറക്കെ പറയണം. ഇപ്പോൾ അതൊരു ഉറപ്പ് വരുത്തലാണ് നമ്മളവിടെ മെഡിസിൻ കൊടുത്തു എന്നുള്ളത്. അത് റിപ്പീറ്റ് മെഡിസിൻ ഓവർഡോസ് ആകാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ACLSൻ്റെ ഒരു ഏകദേശം ഇത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും അത് റിപ്പീറ്റൊന്ന് വായിച്ചു നോക്കുക. നോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.